നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെയും ആഗോള സാമ്പത്തിക സമവാക്യങ്ങളുടെയും തന്ത്രപ്രധാനമായ ഒരു വഴിത്തിരിവിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി കടുത്ത ഉപരോധങ്ങളുടെ നിഴലിലായിരുന്ന ഇറാന്റെ എണ്ണ വ്യവസായത്തിന് അമേരിക്ക പെട്ടെന്ന് നൽകിയ താൽക്കാലിക ഇളവ് വെറുമൊരു സാമ്പത്തിക തീരുമാനം മാത്രമല്ല, മറിച്ച് ആഗോള ഊർജ ഭൂപടത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നയതന്ത്ര നീക്കമാണ്. ആണവ പരിശോധനകൾ പുനരാരംഭിക്കുന്നതിനും പശ്ചിമേഷ്യയിൽ കൂടുതൽ സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയുള്ള വിപുലമായ സമാധാന ചർച്ചകളുടെ ഭാഗമായി വാഷിംഗ്ടൺ 60 ദിവസത്തെ താൽക്കാലിക പൊതു ലൈസൻസാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ അപ്രതീക്ഷിത തീരുമാനം ലോകത്തിലെ ഏറ്റവും വലിയ അസംസ്കൃത എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യക്ക് മുന്നിൽ സമാനതകളില്ലാത്ത വലിയ സാധ്യതകളുടെ വാതിലുകളാണ് തുറന്നിടുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തങ്ങൾക്ക് ലഭ്യമാകാതിരുന്ന ഒരു വലിയ എണ്ണ സ്രോതസ്സിലേക്ക് ഇന്ത്യക്ക് വീണ്ടും വഴിതെളിയുമ്പോൾ ആഗോള ഊർജ വിപണിയിലെ അസ്ഥിരതകളെയും ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ദില്ലിക്ക് ഇതൊരു പുതിയ ആയുധമായി മാറും. ഈ പുതിയ പ്രഖ്യാപനത്തിലൂടെ ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെട്രോ കെമിക്കലുകൾ എന്നിവയുടെ ഉൽപ്പാദനത്തിനും വിപണനത്തിനും ഇറക്കുമതിക്കും US ട്രഷറി അനുമതി നൽകിയിരിക്കുകയാണ്. ഇതിനു പുറമെ കപ്പൽ ഗതാഗതം, ഇൻഷുറൻസ്, ബാങ്കിംഗ് തുടങ്ങിയ അനുബന്ധ മേഖലകളെയും ഈ ഇളവുകളുടെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധനകൾക്ക് ഇറാൻ സമ്മതം മൂളിയതിനെ തുടർന്നാണ് ഈ നീക്കം എങ്കിലും വിപണി ഇതിനോട് വളരെ പെട്ടെന്നാണ് പ്രതികരിച്ചത്. കൂടുതൽ ഇന്ധനം വിപണിയിലേക്ക് എത്തുമെന്ന കണക്കുകൂട്ടലിൽ ആഗോള വിപണിയിൽ എണ്ണവില പെട്ടെന്ന് തന്നെ താഴേക്ക് പതിച്ചു. ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള എണ്ണയുടെ 85% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് ആഗോള വിപണിയിലെ ഈ വിലക്കുറവ് നൽകുന്ന സാമ്പത്തിക ആശ്വാസം വളരെ വലുതാണ്. എണ്ണവിലയിൽ ഉണ്ടാകുന്ന നേരിയ വർധനവ് പോലും രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് കൂട്ടുകയും പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിപണിയിൽ ഉണ്ടാകുന്ന ഏത് അനുകൂല ചലനവും ഇന്ത്യ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചുകാലമായി ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി രീതികളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് ശേഷം കുറഞ്ഞ നിരക്കിൽ ലഭ്യമായ റഷ്യൻ അസംസ്കൃത എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായി ഇന്ത്യ മാറിയിരുന്നു. രാജ്യത്തിന്റെ ആകെ ഇറക്കുമതിയുടെ വലിയൊരു പങ്ക് റഷ്യയിൽ നിന്നാണ് വരുന്നത്. എങ്കിലും സൗദി അറേബ്യ, ഇറാഖ്, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളെയും ഒപെക് കൂട്ടായ്മയും ഇന്ത്യ എപ്പോഴും വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ സംഘർഷങ്ങളും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകാറുള്ളതിനാൽ ഇറാന്റെ വിപണിയിലേക്കുള്ള തിരിച്ചുവരവ് ഇന്ത്യക്ക് തങ്ങളുടെ എണ്ണ സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിക്കാൻ മികച്ചൊരു അവസരം കൂടി നൽകുന്നു. 2018 അമേരിക്ക വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിന് മുൻപ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിതരണക്കാരിൽ ഒന്നായിരുന്നു ഇറാൻ എന്നത് ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതാണ്. ഇറാനിന് എണ്ണയുടെ ആകർഷകമായ വിലയും അനുകൂലമായ ക്രെഡിറ്റ് വ്യവസ്ഥകളും കുറഞ്ഞ ചരക്ക് കൂലിയും ഇന്ത്യൻ എണ്ണ ശുദ്ധീകരണ കമ്പനികൾക്ക് വലിയ ലാഭമാണ് മുൻപ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. ഉപരോധം കാരണം വർഷങ്ങളോളം ഈ വാതിൽ അടഞ്ഞു കിടന്ന ശേഷമാണ് ഇപ്പോൾ ഒരു താൽക്കാലിക തുറക്കൽ ഉണ്ടായിരിക്കുന്നത്. നിലവിലെ ഇളവ് വെറും 60 ദിവസത്തേക്ക് മാത്രമായതുകൊണ്ട് ഇന്ത്യൻ കമ്പനികൾ പെട്ടെന്ന് തന്നെ വലിയൊരു തോതിലുള്ള കരാറുകളിൽ ഏർപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. എണ്ണ ശുദ്ധീകരണ കമ്പനികൾ എപ്പോഴും വലിയ തുക നിക്ഷേപിച്ച് ദീർഘകാല കരാറുകളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിന് വിപണിയിൽ കൃത്യമായ സ്ഥിരതയും നയപരമായ വ്യക്തതയും ആവശ്യമാണ്. എന്നാൽ ഇന്ത്യ നേരിട്ട് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്തില്ലെങ്കിൽ പോലും വിപണിയിൽ എണ്ണയുടെ ലഭ്യത കൂടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വില കുറയുവാൻ സഹായിക്കും. ഇത് റഷ്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ വിലപേശി എണ്ണ വാങ്ങുവാൻ ഇന്ത്യക്ക് കരുത്ത് പകരുകയും ചെയ്യും. ഇന്ത്യൻ നയതന്ത്രജ്ഞർ ഈ US ഇറാൻ ചർച്ചകളെ വളരെ ഉറ്റുനോക്കുന്നതിനുള്ള മറ്റൊരു പ്രധാന കാരണം ഹോർമുസ് കടലിടുക്കാണ്. ഒപെക് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ വലിയൊരു പങ്കും കടന്നു പോകുന്നത് പേർഷ്യൻ ഗൾഫിനെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ്. അടുത്ത കാലത്തായി ഈ മേഖലയിലുണ്ടായ സൈനിക സംഘർഷങ്ങളും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഇന്ത്യയുടെ എണ്ണ വിതരണത്തെ ബാധിക്കുമോ എന്ന ഭീതി പരത്തിയിരുന്നു. പുതിയ അമേരിക്ക-ഇറാൻ ധാരണ പ്രകാരം സമുദ്ര സുരക്ഷ ഉറപ്പാക്കാനും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ചർച്ചകൾ നടക്കുന്നത് ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ്. ഇത് കപ്പൽ ഇൻഷുറൻസ് നിരക്കുകളും കുറയ്ക്കാൻ സഹായിക്കും. ഇന്ത്യയുടെ വാർഷിക എണ്ണ ഇറക്കുമതി ചെലവ് $100 ബില്യൺ ഏറെയാണ്. ആഗോള വിപണിയിൽ ബാരലിന് ഏതാനും ഡോളറുകളുടെ കുറവുണ്ടായാൽ പോലും ഇന്ത്യക്ക് ലാഭിക്കാൻ സാധിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ഇറാൻ വിപണി സജീവമാക്കുകയും ആഗോളതലത്തിൽ എണ്ണവില നിയന്ത്രണ വിധേയമാവുകയും ചെയ്താൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് വലിയ പിന്തുണയാകും. രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം ചോർന്നു പോകാതെ സൂക്ഷിക്കാനും കറണ്ട് അക്കൗണ്ട് കമ്മി കുറയ്ക്കാനും അതുവഴി രൂപയുടെ മൂല്യം ഇടിയാതെ പിടിച്ചു നിർത്താനും ഇന്ത്യൻ ഭരണകൂടത്തിന് ഇതിലൂടെ സാധിക്കും. ചുരുക്കത്തിൽ
അമേരിക്കയുടെ ഈ പെട്ടെന്നുള്ള രാഷ്ട്രീയ മാറ്റം പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുന്നതിനൊപ്പം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വലിയൊരു ഉത്തേജകമായി മാറാനുള്ള സാധ്യതകളാണ് പ്രകടമാകുന്നത്. അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയിലെ പുതിയ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളും ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ വിതരണ സാധ്യതകളും ഇന്ത്യൻ ഇന്ധന വിപണിക്ക് പുതിയ പ്രത്യാശ നൽകുന്നു. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പുനരാരംഭിക്കുന്നതിലൂടെ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വിലയിൽ ഗണ്യമായ കുറവുണ്ടാകും എന്ന് തന്നെയാണ് ആഗോള സാമ്പത്തിക വിദഗ്ധരും വിപണി നിരീക്ഷകരും വിലയിരുത്തുന്നത്. കോവിഡ് അനന്തര പ്രതിസന്ധികൾക്കും റഷ്യ യുക്രൈൻ യുദ്ധത്തിനും ശേഷം ഉയർന്ന നിരക്കിൽ തുടരുന്ന ആഭ്യന്തര ഇന്ധന വിലയ്ക്ക് കനത്ത ആശ്വാസം നൽകുവാൻ ഈ പുതിയ വിപണി സാഹചര്യം വഴി തുറക്കും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിതരണം വർദ്ധിക്കുന്നത് എണ്ണ വിലയിൽ വലിയ ഇടിവ് വരുത്തുമെന്ന സൂചനകൾ ശക്തമായതോടെ ഇന്ത്യൻ ഉപഭോക്താക്കൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായി തന്നെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായിരുന്നു ഇറാൻ. ഗതാഗത ചെലവ് കുറവാണ് എന്നതും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വ്യാപാര കരാറുകൾക്ക് ഇറാൻ തയ്യാറാകുന്നു എന്നതും മുൻകാലങ്ങളിൽ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിരുന്നു. അന്താരാഷ്ട്ര ഉപരോധത്തെ തുടർന്ന് തടസ്സപ്പെട്ടുപോയ ഈ എണ്ണ വ്യാപാരം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ഇന്ത്യക്ക് റഷ്യൻ എണ്ണയ്ക്ക് പുറമെ മറ്റൊരു വലിയ സ്രോതസ് കൂടി കുറഞ്ഞ നിരക്കിൽ ലഭ്യമാവുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങളിൽ ഉണ്ടാകുന്ന ഇളവുകളും നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളും ഇറാനിയൻ വിപണി കൂടുതൽ സജീവമാക്കാൻ കാരണമായിട്ടുണ്ട്. കൂടുതൽ വിതരണക്കാർ രംഗത്ത് വന്നതോടെ ആഗോള വിപണിയിൽ ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ കുത്തക കുറയുകയും എണ്ണവില സ്വാഭാവികമായി താഴേക്ക് വരികയും ചെയ്യും. ഇറാനിയൻ എണ്ണയുടെ വരവ് ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ ഇറക്കുമതി ചെലവ് വലിയ തോതിൽ കുറയ്ക്കുവാൻ സഹായിക്കും. നിലവിൽ റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങുന്നത് വഴി ലഭിക്കുന്ന ലാഭം എണ്ണ കമ്പനികളുടെ മുൻകാല നഷ്ടങ്ങൾ നികത്താനാണ് ഉപയോഗിക്കുന്നത്. ഇറാനിൽ നിന്നുകൂടി കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ ഒഴുകിയെത്തുന്നതോടെ വിപണിയിൽ ആരോഗ്യകരമായ മത്സരം രൂപപ്പെടുകയും അതിൻ്റെ നേരിട്ടുള്ള ഗുണം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കൈമാറാൻ സർക്കാരും എണ്ണ കമ്പനികളും നിർബന്ധരാകുകയും ചെയ്യും. ആഗോള വിപണിയിൽ ബാരലിന് വില കുറയുമ്പോൾ രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് വലിയ തോതിലുള്ള കുറവ് വരുത്താൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. എന്നിരുന്നാലും ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില എത്രത്തോളം കുറയണമെന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന നികുതി ഘടനയെ കൂടി ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. നിലവിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയുടെ വലിയൊരു പങ്ക് എക്സൈസ് ഡ്യൂട്ടിയും വിവിധ സംസ്ഥാനങ്ങൾ ഈടാക്കുന്ന വാറ്റും ആണ്. ഇറാനിയൻ എണ്ണ കൂടി എത്തുന്നതോടെ അടിസ്ഥാന വില കുറയുമെങ്കിലും സർക്കാരുകൾ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചാൽ മാത്രമേ സാധാരണക്കാർക്ക് ഇതിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുകയുള്ളൂ. നിലവിലെ സാമ്പത്തിക അന്തരീക്ഷത്തിൽ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി ഇന്ധനവില കുറയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതമായതിനാൽ സർക്കാർ അനുകൂല നിലപാട് തന്നെ സ്വീകരിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇന്ധനവില കുറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മറ്റ് മേഖലകളിലും വലിയ പുരോഗതിക്ക് കാരണമാകും. ചരക്ക് കൂലി കുറയുന്നതോടെ വിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില താഴുകയും ഇത് സാധാരണക്കാരന്റെ ജീവിത ചെലവ് ഗണ്യമായി കുറയുവാൻ സഹായിക്കുകയും ചെയ്യും. വ്യാവസായിക ഉൽപ്പാദന മേഖലയിലും ഗതാഗത രംഗത്തും വലിയ ഉണർവ് സൃഷ്ടിക്കാൻ ഇന്ധനവിലയിലെ ഈ കുറവ് കാരണമാകും. വരും മാസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ചർച്ചകളും ഇറക്കുമതി കരാറുകളും യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ ഇന്ധന വിപണിയിൽ വൻ വിലക്കുറവിൻ്റെ പുതിയൊരു അധ്യായം തുറക്കും എന്ന് തന്നെയാണ് സാമ്പത്തിക ലോകം സാക്ഷ്യപ്പെടുത്തുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.